Hi guys, welcome to the dance section of Versatility. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോർ വർക്ക് ഡാൻസ് ആണ്. ഇതിനു മുമ്പും നമ്മൾ ഫ്ലോർ വർക്ക് ഡാൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ചാനലിൽ പോയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുകൂടാതെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിനനുബന്ധിച്ച് നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള മോർ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ടാവും. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ ആദ്യത്തെ കൗണ്ടിൽ ബോഡി സ്ലൈറ്റ് ആയിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് രണ്ട് കാലും ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്യാണ്. സ്ലൈഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് റൈറ്റിലേക്ക് ഫ്രണ്ടിലും ലെഫ്റ്റിലേക്ക് ബാക്കിലും ഉള്ള രീതിയിലാണ് സ്ലൈഡ് ചെയ്യാൻ നോക്കാം. ഈ രീതിയിൽ അപ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കൈയും റൈസ് ചെയ്യണം. സോ 1. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ലെഫ്റ്റ് ലെഗിൻ്റെ നീ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാം. റൈറ്റ് ലെഗിൻ്റെ നീ റൈസ് ചെയ്ത് തന്നെ വെക്കണം. ഹാൻഡ് ഈ ഒരു പൊസിഷനിലേക്ക് കീപ്പ് ചെയ്യണം. അപ്പോൾ 1, 2. അടുത്ത നമ്മൾ ബോഡി ടേൺ ചെയ്യിക്കുകയാണ്. ടേൺ ചെയ്യിക്കുമ്പോൾ നോക്കേണ്ടത് നമ്മൾ രണ്ട് നീയും ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ലെഫ്റ്റ് ലെഗിന് നീയാണ് ഗ്രൗണ്ടിൽ, ടേൺ ചെയ്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റൈറ്റ് ലെഗിന് നീ വേണം ഗ്രൗണ്ട് ടച്ച് ചെയ്യാൻ. അതായത് ഈ ഒരു പൊസിഷനിൽ 3, then 4. ഇപ്പോൾ റൈറ്റ് ലെഗിൻ്റെ നീയാണ് ഗ്രൗണ്ടിൽ, ലെഫ്റ്റ് ലെഗിൻ്റെ നീ റൈസ് ചെയ്തിട്ട് പിന്നെ ഹാൻഡ് ഈ ഒരു പൊസിഷനിലേക്ക്. അടുത്ത കൗണ്ടിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ട് എൻ്റെ ബോഡി വെച്ച് റൈറ്റ് ഹാൻഡ് കൊടുക്കുക. പിന്നെ നമ്മൾ റൈറ്റ് ലെഗ് മുമ്പിൽ കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാലിവിടെ കൊണ്ടുവരിക. കാലിവിടെ കൊണ്ടുവരുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ബോഡി വെയിറ്റ് ലെഫ്റ്റ് ഹാൻഡ് കൊടുക്കണം. നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് 1, then 2 ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാം. അടുത്ത കൗണ്ടിൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിനെ ടാപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് രണ്ട് കാലം ബാക്കിലേക്ക് കൊണ്ടുവരണം. അതായത് ഇവിടുന്ന് ടാപ്പ് ദെൻ ഈ ഒരു പൊസിഷൻ. അടുത്ത കൗണ്ടിൽ രണ്ട് ലെഗും കിക്ക് ചെയ്യാണ്, ഫ്രണ്ടിലേക്ക് കിക്ക് ചെയ്യാണ്. സോ 3, 4, 5. അതായത് ഇവിടുന്ന് 3, 4, 5 ദെൻ ഈ പൊസിഷൻ കീപ്പ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ബോഡി റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ട് കൈയും നമ്മുടെ തലയും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് ബോഡിന്റെ ലോവർ പാർട്ട്, അതായത് രണ്ട് കാലും റൈസ് ചെയ്യാണ്. നമുക്ക് നോക്കാം. അതായത് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ രണ്ട് കൈയും ഗ്രൗണ്ടിലാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ രണ്ട് കൈയും ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് നമ്മുടെ ബോഡി റൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് നോക്കാം. ഇവിടെ നിന്ന് 3, then 4 കൈ കൊണ്ട് പുഷ് ചെയ്തിട്ട് ബോഡി റൈസ് ചെയ്യും. നമുക്ക് സ്റ്റെപ്പ് അങ്ങോട്ട് നോക്കാം. 1, 2, 3 and 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു ഗീവ് അവേ പ്ലാനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന 3 പേർക്ക് ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡ് സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതായത് സപ്പോസ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന ഒരു 100 രൂപേൻ്റെ ഗിഫ്റ്റ് കാർഡാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ആമസോണിൽ പോയിട്ടൊരു ഐറ്റം ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 രൂപ കുറച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് 100 രൂപേൻ്റെ ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ ഐറ്റം വാങ്ങാവുന്നതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു പ്ലാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻട്രി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോക്ക് ഒരു കമൻറ്റ് ഇടുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് versatility_YouTube ഫോളോ ചെയ്യുക. ഞങ്ങൾക്കൊരു ഡയറക്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുക. ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന 3 പേരെ ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ ബന്ധപ്പെടുന്നതായിരിക്കും. അവർക്കുള്ള സമ്മാനമായ ഗിഫ്റ്റ് കാർഡ് അവരുടെ ഇമെയിലിലേക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ചാനലിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ച് ഇതുപോലുള്ള ഗീവ് അവേ പ്ലാൻസ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെ കീപ്പ് ഓൺ സപ്പോർട്ട് ചെയ്യുക.